എൻ്റെ പേര് സത്യവതി ദേവി എന്നാണ്. ഞാൻ കോളേജിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ടീച്ചറായിരുന്നു. 2004 റിട്ടയർ ചെയ്തു. അതിനുശേഷം നാട്ടിൽ വന്ന് ഏറ്റുമാനൂരാണ് സ്വന്തം സ്ഥലം. അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ഒരു 2019 ഞാൻ ഒറ്റപ്പെട്ടു. ഹസ്ബൻഡ് മരിച്ചു. അതിനുശേഷം പിന്നെ സർവൻറ്റിനെയൊക്കെ വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കൂടി. അപ്പോൾ 16 മുതൽ തന്നെ ഞാനിവിടെ സ്വാമിയാർമഠത്തിൽ വരാറുണ്ടായിരുന്നു. അവിടുത്തെ ആധ്യാത്മിക പരിപാടികളിലൊക്കെ പങ്കെടുക്കും. പിന്നെ സംസ്കൃതം ക്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ വെച്ചിട്ട് മനസ്സിലായത് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ തുടങ്ങുന്നുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടി. അപ്പോൾ അതിൽ അന്വേഷിച്ച് വന്ന് കണ്ടപ്പം ഏതാണ്ട് എനിക്ക് താല്പര്യമായി. ഞാൻ വന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ വന്ന് ചേർന്നു. രാവിലെ സാധാരണ 5 മണിക്ക് എണീക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അതുകൊണ്ട് 5 മണിക്ക് എഴുന്നേറ്റാൽ കുളിയും കഴിഞ്ഞ് കുറച്ച് യോഗ ചെയ്യാറുണ്ട്. റൂമിൽ നിന്ന് തന്നെ ചെയ്യും. അതിനുശേഷം വിളക്ക് കൊളുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അമ്പലത്തിൽ പോകും. അധിക ദിവസവും പോകാറുണ്ട്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോകില്ല. ഇവിടെ അടുത്ത അമ്പലം, ശാന്തമായ ഒരു പ്രദേശമാണ് ഇവിടെ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് നേരം റൂമിൽ വിശ്രമിക്കും. ചിലപ്പോൾ സ്വാമിയാർമഠത്തിൽ പോവുകയും ചെയ്യും. ഇവിടെ വന്നിട്ട് ഈ സെപ്റ്റംബറിൽ ഇപ്പോൾ 2 വർഷമാവും. 24 സെപ്റ്റംബറിലാണ് ഞാൻ വന്നത്. ഭക്ഷണ രീതിയൊന്നും കുഴപ്പമില്ല. നമ്മളെന്തെങ്കിലും ചേഞ്ചസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ മാറ്റി തരാറുണ്ട്. ഇപ്പോൾ ഇന്ന് തീരെ സുഖമില്ല, അല്ലെങ്കിൽ കഞ്ഞി മതി, അല്ലെങ്കിൽ മറ്റു രീതിയിൽ മതി എന്ന് പറഞ്ഞാൽ അവർ മാറ്റി തരാറുണ്ട്. പിന്നെ അസുഖം വന്നാലും നന്നായിട്ട് ശ്രദ്ധിക്കും. ഇപ്പം വീട്ടിലാണേലും ഇത്രയൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എനിക്ക് 1-2 പ്രാവശ്യം അനുഭവം വന്നു. അപ്പം കൂടെ വേറെ ആളില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരുന്നില്ല. എൻ്റെ ഒരു യോഗ റൂമുണ്ട്. അവിടെ വന്നിട്ട് വൈകുന്നേരം കുറച്ച് നടക്കുകയും അതുപോലെ സൈക്കിൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ചവിട്ടുകയൊക്കെ ചെയ്യാറുണ്ട്. 1/2 മണിക്കൂർ അങ്ങനെ എക്സർസൈസ് ചെയ്യാറുണ്ട്. കുട്ടികളായാലും ഷോർട്ട് വിസിറ്റൊക്കെ വന്നാൽ കുറച്ച് ദിവസമൊക്കെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഗസ്റ്റ് റൂം കൊടുക്കും. എല്ലാ സൗകര്യങ്ങളും ഫുഡും എല്ലാം ഇവർ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്.